കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ ബാക്കിലുള്ള ഈ വണ്ടിയാണ്. സ്വിഫ്റ്റാണ്, 2019 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോളാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കേണ്ടായി സ്വിഫ്റ്റ് ഉണ്ടോ. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഞാൻ വന്നേക്കണം. നല്ല കലക്കം വണ്ടി. ജസ്റ്റ് കാര്യമായിട്ട് കിലോമീറ്റർ ഒന്നും ഓടിയില്ല. അപ്പോൾ കിലോമീറ്റർ ഓടി വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. സിംഗിൾ ഓണർഷിപ്പ് കാണാൻ നല്ല കലക്കം വണ്ടിയാണ്. ടെസ്റ്റ് 2034 ഒരു വാലിഡിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് 2024 ഈ കൊല്ലം ജൂലൈ വരെ വാലിഡിറ്റിയുള്ള ഇൻഷുറൻസും കാര്യങ്ങൾ നിൽക്കണം. നല്ല കലക്കം വണ്ടി. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ന്യൂ ഷേപ്പിൽ വന്നിരിക്കുന്ന സ്വിഫ്റ്റാണ്. ഓൾഡ് മോഡൽ സ്വിഫ്റ്റ് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഇരിക്കുന്ന വണ്ടിയാണ്. അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കൊക്കെ റേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തിരക്കില്ലാത്ത റേറ്റിൽ നമുക്ക് കിട്ടാൻ പറ്റും. കാരണം ഈ ഒരു മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സ്വിഫ്റ്റിനെ സംബന്ധിച്ച് നല്ല മൈലേജ് തരുന്നതാണ്. അതുകൂടാതെ തന്നെ എന്താ പറയുക, പുള്ളിങ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഈക്വലായിട്ട് മാപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു സ്വിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള നമ്മൾ i20 കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഇതിനേക്കാളും കുറച്ചും കൂടി പ്രൈസ് കൂടുതലായിരിക്കും ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ സ്വിഫ്റ്റിന് നമുക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റേറ്റിനകത്ത് നല്ലൊരു ബഡ്ജറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കിടക്കാം. വീലാർച്ച് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് കമ്പനി അലോയ്സ് വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ബോണറ്റ് യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഡോട്ട് കാണാനൊക്കെ ചെറിയ അഴുക്കാണ്ടല്ലോ, അത് വേറെ പാച്ചോ കാര്യങ്ങളൊന്നുമല്ല. വിൻഷീൽഡ് നീറ്റാണ്, ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. അതേപോലെ നമുക്ക് ലാമ്പിലേക്ക് വരുമ്പോൾ ലാമ്പിൻ്റെ ആ ഒരു ഗ്ലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കാം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ ലാമ്പും അതേപോലെ ഫോഗ് ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. സൈഡിലേക്ക് വരാം. സൈഡിലെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി രണ്ട് ഡോറിലേക്ക് വരാം. ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് ഇവിടെ കാണാം. വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്നു. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അഴുക്കാണ്, അത് പാച്ചോ കാര്യങ്ങളൊന്നുമല്ല. സെയിം തന്നെയാണ് നമ്മൾ ബോണറ്റിലും കണ്ടത്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ലാമ്പ് നോക്കാം. ഈ ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡും കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ടയേഴ്സ് ആയാലും നല്ല ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സും നമുക്കിവിടെ ആ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കാം. കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ കീ വന്നേക്കണേ. നമുക്കൊന്ന് പവർ ഓൺ ചെയ്തിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ കിട്ടുന്നുണ്ട്. 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. AC ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കണം. താഴെ ഇവിടെ ബ്ലൂടൂത്ത് കൺട്രോൾസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ജസ്റ്റ് വോളിയം കൺട്രോൾസും കിട്ടുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വണ്ടി ലോഡറാണ്. സീറ്റ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റൂഫ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം വണ്ടിയുടെ പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പവർ വിൻഡോസ് ബട്ടൺ കാര്യങ്ങൾ കാണാം. സീറ്റ്സ് നല്ല വൃത്തിയായിട്ട് സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് റൂം കുഴപ്പമില്ലാത്ത ലെഗ് റൂം കിട്ടുന്ന നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഇനി ഡോറിന്ന് ക്ലോസ് ചെയ്യാം. ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് എൻജിൻ ഭാഗത്തേക്ക് പോവാം. ലിഡ് നപ്പിയിട്ട് എൻജിൻ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ എൻജിനാണ്. അതിൻ്റെ വലിയ ഒതുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലീക്കേജോ കാര്യങ്ങളും കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ
ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി തന്നെയാണ് വന്നേക്കണേ. ഹെഡ്ജസിലേക്ക് പോകാം. ഹെഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഹെഡ്ജസ് നമുക്കിവിടെ കാണാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. അതേപോലെ ഈ ലിഡ് നോക്കാം. ലിഡിലായാലും ഒരു ക്വാളിറ്റി നമുക്ക് ലിഡിലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഞാൻ ക്ലോസ് ലുക്ക് അതേക്കാം. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാം. വണ്ടി ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം, ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ശേഷമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബൂട്ട് സ്പേസും കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് ഇട്ടുണ്ട്. പാസലിൻ്റെ വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ താഴെയും നമുക്കിവിടെ റൂമും കാര്യങ്ങളൊക്കെ കാണാം. പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. അപ്പ് ചെയ്തിൻ്റെ എയർ കണ്ടീഷൻ നോക്കാം. എയർ കണ്ടീഷൻ ആയാലും നീറ്റായിട്ട് എയർ കണ്ടീഷൻ കിട്ടുന്നുണ്ട്. എഡ്ജസ്റ്റിലേക്ക് പോകാം. എഡ്ജസ് ആയാലും പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് എഡ്ജസ്റ്റിലും ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ട് ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമുക്ക് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റേറ്റിലേക്ക് കിടക്കാനൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളും തരുന്നൊരു വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സ്വിഫ്റ്റ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. പിന്നെ 2019 മോഡലും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. സിംഗിൾ ഓണറാണ്, അതുകൂടി പറയണം. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്, അതുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7,68,000 ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ കാര്യങ്ങൾ നടക്കും. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി നിങ്ങളിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം എല്ലാ ദിവസവും അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.